സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് സാരിയാണ് കാണാൻ പോകുന്നത്. തയ്ച്ചേക്കുന്ന സാരി ഒന്ന് സ്പൈഡർ സ്റ്റിച്ചും ഒന്ന് കടായി കമൽ സ്റ്റിച്ചും ആണ് കാണിക്കുന്നത്. സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ഇപ്പോൾ ഉടുത്തേക്കുന്നത് സ്പൈഡർ സ്റ്റിച്ച് വെച്ച് ചെയ്ത സാരിയാണ്. ഇത് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളർ സിൽക്കി കോട്ട മെറ്റീരിയൽ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. അതിൻ്റെ അകത്ത് ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഡാർക്ക് മെറൂൺ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഉടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. അപ്പോൾ എന്നിട്ട് പല്ലൂലുണ്ട്, ചെസ്റ്റ് പോർഷൻ, അങ്ങനെ കുറച്ച് സ്ഥലത്തുണ്ട്, നമുക്ക് കാണാം. രണ്ടാമത്തെ ഒരു പ്യോർ വൈറ്റ് സാരിയാണ്. അത് കോട്ടയല്ല, സൂപ്പർ നെറ്റ് സാരിയാണ്. അതിൻ്റെ അത് കടായി കമൽ സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. അതും ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഈ രണ്ട് സാരികളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ രണ്ട് സ്റ്റിച്ചും സ്പൈഡർ ആയാലും കടായി കമൽ ആയാലും ഇതിന് മുമ്പ് ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ത്രെഡും മെറ്റീരിയൽസ് ഒക്കെ ആർക്കെങ്കിലും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും എളുപ്പത്തിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സാരിയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തയ്ച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ ഓഫ് വൈറ്റ് സൂപ്പർ നെറ്റ് സാരിയാണ്. അതിൻ്റെ അകത്ത് കടായി കമൽ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് 6 strands ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്, ആങ്കറിൻ്റെ ത്രെഡ് ഉപയോഗിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. നടുക്ക് ബീഡ്സും വെച്ചിട്ടുണ്ട്, ഒരു ഓഫ് വൈറ്റ് ബീഡ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെം തയ്ച്ചിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേയ്സുമാണ് തയ്ച്ചിരിക്കുന്നത്. അത് തയ്ച്ചിരിക്കുന്നതിന് ആങ്കറിൻ്റെ ത്രെഡ് തന്നെ 2 strands യൂസ് ചെയ്തിട്ടുള്ളൂ, കൂടുതലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതും ഓർഗൻഡി സാരി പോലെ തന്നെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് അടിയിൽ കൂടെ നൂലൊന്നും വലിക്കരുത്. ഒരേ ലീഫ് ഇട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടും കെട്ടിട്ടിട്ട് വേണം പോകാൻ. പിന്നെ ഡിസൈൻ വരയ്ക്കുമ്പോൾ എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഡിസൈൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്നതെന്ന്. സാരിയിൽ ഈ മെറ്റീരിയലിലൊക്കെ ഡിസൈൻ ഒരു പ്രിൻ്റ് ഔട്ട്, നമുക്ക് ഏത് ഡിസൈനാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസൈൻ എടുത്തിട്ട് താഴെ വെച്ചിട്ട് സാരി അതിൻ്റെ മേളിൽ വെച്ച് ഇങ്ങനെ വരച്ചാൽ മതി. എന്നുവെച്ചാൽ അത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റാണ്. അപ്പോൾ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. കാർബൺ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന്. അപ്പോൾ വരയ്ക്കുമ്പോൾ തീരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി, ഒത്തിരി ഡാർക്കായിട്ട് വരയ്ക്കണ്ട. ഈ വൈറ്റ് കളർ സാരിയും കൂടി ആകുമ്പം പെൻസിലും കൊണ്ടാണ് വരയ്ക്കണമെങ്കിൽ ഇവിടെയൊക്കെ ആ പെൻസിലിൻ്റെ കളർ കയറി വരും. അതുകൊണ്ട് തീരെ ലൈറ്റായിട്ട് തന്നെ വരച്ചാൽ മതി. ഇതിൻ്റെ ഒരു സൈഡ്, പല്ലുവിൻ്റെ ഒരു സൈഡാണ്, ഇതൊരു കോണിച്ചായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ മറ്റേ സൈഡിൽ, പല്ലുവിൻ്റെ മറ്റേ സൈഡിലും സെയിം ഡിസൈൻ തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇനി ചെസ്റ്റ് പോർഷനിൽ ഇതിൻ്റെ ഒരു സ്മോൾ ഡിസൈൻ ചെസ്റ്റ് പോർഷനിൽ 3 വരുന്നുണ്ട്. പിന്നെ കാലിൻ്റെ താഴെയും വരുന്നുണ്ട്. അത് ഞാൻ ഉടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ ചെസ്റ്റ് പോർഷനിൽ, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ 3 ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി തയ്ച്ചിട്ടില്ല, ഇങ്ങോട്ടൊന്നും തയ്ച്ചിട്ടില്ല, ഇവിടെ വരെയേ തയ്ച്ചിട്ടുള്ളൂ. ഓൾറെഡി ഈ ഡിസൈൻ സ്റ്റിച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം ഒത്തിരി ചെയ്ത് ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വരെയേ തയ്ച്ചിട്ടുള്ളൂ. പിന്നെ ഈ കളർ ഇപ്പോൾ ഇല്ലാത്ത മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ തന്നെ ബ്ലൗസാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതുപോലെ അങ്ങനെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ വരും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ബ്രൊക്കേഡ് ബ്ലൗസാണ്. അങ്ങനെ ബ്രൊക്കേഡ് ഇടണമെന്നൊന്നുമില്ല, കോട്ടൺ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിന് ഈ കളർ, വർക്കിൻ്റെ കളർ തന്നെ ബ്ലൗസ് ഇടുമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വൈറ്റ് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ പല്ലുവിൽ ഞാൻ തയ്ച്ചേക്കുന്നത് 2 സൈഡിലും ഉണ്ട്. പല്ലുവിൻ്റെ ഇപ്പോൾ കാണിച്ചു തരാം. പല്ലുവിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ ഒരു വലിയ ഡിസൈൻ ഉണ്ട്, 2 സൈഡിലും ഉണ്ട് ഡിസൈൻ, ഇപ്പുറത്തെ സൈഡിലും ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിൽ വരുന്നത്. പിന്നെ താഴെ ലെഗ് പോർഷൻ്റെ അവിടെയായിട്ടും ഒരു ഡിസൈൻ വരുന്നുണ്ട്. താഴെ ഒരു ഡിസൈനേ ഉള്ളൂ, കാലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡിസൈനും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാരിയിൽ 6 ഡിസൈൻസ് വരുന്നത്. പല്ലുവിൽ 2 ഡിസൈനും ഫ്രണ്ടിൽ 3 ഡിസൈൻസും കാലിൽ 1 ഡിസൈനും, അങ്ങനെ 6 ഡിസൈൻസ് ആണ് ഈ സാരിയിൽ മൊത്തം വരുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ സാരി. അതിൻ്റെ സിൽക്കി കോട്ട മെറ്റീരിയലാണ്, ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറാണ്. ഇപ്പം സിൽക്കി കോട്ട ആയതുകൊണ്ട് അതിന് തന്നെ ഒരു തിളക്കമുണ്ട്, സാരിക്ക് തന്നെ ഒരു ഇച്ചിരി തിളക്കമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് ആയിട്ടാണ് തയ്ച്ചേക്കുന്നത്. ഇവിടെ ഗ്രീൻ കളർ ആണ് സ്റ്റെംസ് തയ്ച്ചേക്കുന്നത്. സ്റ്റെംസ് തയ്ച്ചേക്കുന്ന സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ്. അത് 2 strands യൂസ് ചെയ്തിട്ടുള്ളൂ.
ഇത് സ്പൈഡർ സ്റ്റിച്ച് തയ്ച്ചേക്കുന്നതെല്ലാം 6 strands ത്രെഡ് യൂസ് ചെയ്ത് ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതാണെങ്കിലും ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. സിൽക്ക് കോട്ടയാണെങ്കിലും ഭയങ്കര ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെയും ഒട്ടും വലിക്കാൻ പാടില്ല. ഇതുവരെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഡിസൈൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് താഴെ വെച്ച് വരച്ചാൽ മതി. കാർബൺ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്തോരം ലെങ്ത്തിൽ ഇവിടെ പോയേക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് പല്ലുവിൻ്റെ ഒരു സൈഡാണ്. ഈ ഒരു സൈഡിൽ മാത്രമേ വർക്കുള്ളൂ, മറ്റേ സൈഡിൽ വർക്കില്ല. പിന്നെ ചെസ്റ്റ് പോർഷനിലാണ് വരുന്നത്. അത് നമുക്ക് ഉടുത്ത് കാണാം. എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഉടുത്ത് കാണിക്കാം. ഇപ്പോൾ സാരിയുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഡിസൈനാണിത്. ഇത് ഫ്രണ്ടിൽ ഒരു ഡിസൈനേ ഉള്ളൂ. പിന്നെ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഒരു ഇച്ചിരി വലുതായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് കുഞ്ഞു കുഞ്ഞു സ്പൈഡർ ഫ്ലവേഴ്സാണ്, സ്പൈഡർ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് തയ്ച്ചേക്കുന്നത്. ഒത്തിരി വലുതല്ല, തീരെ പൊടി പൊടി പോലത്തെയുള്ള ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി പല്ലുവിൻ്റെ ഒരു സൈഡിലേ ഉള്ളൂ, മറ്റേ ഇപ്പുറത്തെ സൈഡിൽ തയ്ച്ചിട്ടില്ല, ഒന്നും തയ്ച്ചിട്ടില്ല, പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടേക്കുവാണ്. പിന്നെ ഈ ഫ്രണ്ട് പോർഷനിലെ ഈ പ്ലീറ്റ്സ് പോകുന്ന ഫ്രണ്ടിലത്തെ ഇത് പോകുന്നതിൻ്റെ താഴെയായിട്ട് ബാക്കിലായിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് കാലിൻ്റെയാണ്. റൈറ്റ് ലെഗിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ഇതുപോലെ തന്നെ, ഇത് അത്ര വലുതല്ല, ഫ്രണ്ടിൽ തയ്ച്ചു കൊടുത്ത അത്രയും ബിഗ് ഡിസൈൻ അല്ല, ഒരു കുഞ്ഞു വട്ടത്തിലുള്ള ഒരു ഡിസൈനേ ഉള്ളൂ. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ നമ്മുടെ നേരെ ബാക്കിലായിട്ട്, കാലിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഡിസൈൻ വരുന്നത്. അവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 5 ഡിസൈനാണ്. പല്ലുവിൽ ഒരു വലിയ ഡിസൈൻ, ഇവിടെ 2 ഡിസൈൻ, കാലിൻ്റെ അവിടെ 2 ഡിസൈൻ. അങ്ങനെ മൊത്തത്തിൽ 5 ഡിസൈനാണ് ഈ സാരിയിലുള്ളത്. ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളർ സാരിയാണിത്. അതിൻ്റെ അകത്ത് മെറൂൺ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, 2 സാരീസും, ഒന്ന് സൂപ്പർ നെറ്റും ഒന്ന് സിൽക്കി കോട്ടയിലുമാണ് തയ്ച്ചിരിക്കുന്നത്. രണ്ടിലും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. 2 സ്റ്റിച്ചും, ഈ സ്പൈഡർ ആയാലും കടായി കമൽ സ്റ്റിച്ച് ആയാലും രണ്ടും തടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റിച്ചാണ്. രണ്ടിനും 6 ത്രെഡ് തന്നെ വേണം. ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ 6 strands ഉപയോഗിക്കുക. അതല്ല പേൾ കോട്ടൺ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അതുപടി തന്നെ ഉപയോഗിച്ച് തയ്ച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ മെറ്റീരിയൽസിനെ പറ്റിയോ, സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്ത സാരിയുടെ മെറ്റീരിയലിനെ പറ്റിയോ അതോ സ്റ്റിച്ചിങ് മെറ്റീരിയൽസിനെ പറ്റിയോ വല്ലോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.